क्या बताया गया है आपको, क्या कारण दिया गया है, पर्टिकुलर कारण विनेश को डिस्क्वालीफाई करने का? जो सुबह वजन होया था उसका जो 150 ग्राम वजन फालतू ज़्यादा रह गया, इस कारण वो डिस्क्वालीफाई हो गया। तो इस सिचुएशन के अंदर क्या इंडियन साइड ने अपनी तरफ से जो कोचेस थे उन्होंने कुछ कोशिशें की, क्या हुआ? कोई फर्क नहीं पड़ता इससे, कोई फर्क नहीं पड़ता, ये रूल्स के हिसाब से तो ये हो गई, रूल के हिसाब से। इसमें सही गलत की बात नहीं रहती है, मैं समझता हूँ, क्योंकि रूल्स का इसके अंदर पूरा हवाला दिया जा रहा है। बिल्कुल रूल का हवाला है। अभी मैं जानता हूँ कि आपके लिए बड़ा मुश्किल क्षण है ये, क्योंकि उस गोल्ड पदक तक इतने नजदीक पहुंच के डिस्क्वालीफाई होना एक बहुत बड़ा झटका है। आपकी आंखों में आंसू, आप ऑलरेडी इतने परेशान नजर आ रहे हैं। अब क्या आगे के लिए क्या रहेगा रणनीति? बस आगे के लिए तो 28 के ओलंपिक के लिए तैयारी करेंगे, बस ये 28 के ओलंपिक की तैयारी करेंगी। अच्छा, आप विनेश से अभी, हालांकि चंद मिनट हुए इस खबर को आए, क्या विनेश से बात हो पाई है या किसी से उस खेमे में बात हो पाई है? क्योंकि आप बता रहे थे आपके भतीजे भी गए हैं वहां पे। ना, जो बेटी संगीता है बजरंग, उससे समर्थन मिला था। ശ്രീമതി ഷൈനി വിൽസൺ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷൈനി വിൽസൺ, നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. പക്ഷേ അതിന്റെ നിയമവശം അത്തരത്തിലാണ്. അതിലിനി എന്തെങ്കിലും മാറ്റം വരുമോ, അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നും നമുക്ക് അറിയുകയുമില്ല. പക്ഷേ വലിയ പ്രതീക്ഷയായിരുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. ഇന്ത്യയുടെ ഒരു വനിത ആദ്യമായി ഇത്തരത്തിൽ ഗുസ്തിയിൽ ഫൈനലിലേക്ക് എത്തി. ആ ഒരു സ്വർണ്ണ പതക്കം നേടുന്നത് കാത്തിരിക്കുന്ന നമ്മളിലേക്കാണ് ഈ വാർത്ത തേടിയെത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഇന്നലെ കണ്ട് സന്തോഷിച്ച് ഇരിക്കുമായിരുന്നു. ഈ ഞങ്ങളെല്ലാം ജമ്പ് ചെയ്ത് നമുക്ക് ഭയങ്കര ഫൈനലിൽ വരും, ഒരു ഗോൾഡ് മെഡൽ കിട്ടുമെന്നായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ച്. നമ്മളത് കണ്ടുകൊണ്ട് അത്ര സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇത് വാർത്ത കേട്ടിട്ട് നമുക്ക് തന്നെ എന്നാ പറയുന്ന ഭയങ്കര ഒരു വിഷമം, അത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെയാ, എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. അത് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയത്തില്ലല്ലോ. നമുക്ക് ആകെ ഒരു വിഷമം. ഞങ്ങൾ ഇന്നലെ എന്റെ കുടുംബത്തിലെല്ലാരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് TV ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് ജമ്പ് ചെയ്ത് അത്ര ആഘോഷമായിരുന്നു. നമ്മളെല്ലാം ഗോൾഡ് തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തീർച്ചയായും ഷൈനി വിൽസൺ, എന്തായാലും ഈ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയെങ്കിലും നമുക്ക് വിനേഷ് ഇതുവരെ എത്തി, ഫൈനൽസ് വരെ എത്തിയിട്ടുള്ള ആ മത്സരങ്ങളിലെ മികവ് അത് എടുത്തു പറയേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ശരിക്കും വിജയിച്ചു തന്നെയാണ് വിനേഷ് മടങ്ങുന്നത്. സെമി ഫൈനൽസ് അടക്കമുള്ള മത്സരങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ അങ്ങനെ തന്നെ പറയണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ഗോൾഡ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ എന്നാ പറയുന്നേ, നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നമുക്കാകെ നമ്മൾ സ്പോർട്സുകാരി എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ സങ്കടം, അത് എന്നാ പറയുന്നത്, നമുക്ക് പറ്റിയതുപോലെ എനിക്കിപ്പം തോന്നുന്നു. ആകെ ഒരു വിഷമം. ശരി, എന്നാ ഓക്കെ.